ദിനേശൻ സരിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്ന ഓട്ടോ കിടക്കുന്നിടത്തേക്ക് എത്തി. അവളെ ഓട്ടോയിൽ കയറ്റിയിരുത്തി അവൻ. സരിത, വീട്ടിലൊന്നും തൽക്കാലം അറിയിക്കണ്ട. അവരെ കൂടെ വിഷമിപ്പിക്കുന്ന എന്തിനാണ്? നിന്നോട് പറയാതെ പറഞ്ഞ ഇഷ്ടമാണെന്റെ. എന്നു മുതലാണ് അങ്ങനൊരു ഇഷ്ടം നിന്നോട് തോന്നി തുടങ്ങിയതെന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഓർമ്മയില്ല. ഒരു വിവാഹം എന്ന ചിന്ത മനസ്സിൽ വരുമ്പോഴെല്ലാം നിന്റെ മുഖമാണ് മനസ്സിൽ തെളിയുക. ഇനി കാത്തിരിക്കാൻ എനിക്ക് വയ്യ. മാത്രല്ല, നിന്റെ ഈ ഭാരം കണ്ടിൽ നിന്നടിക്കാനും. സഞ്ജു ആണല്ലേ അച്ഛനെയും അമ്മയും. ഇനി അവൻ നോക്കട്ടെ. നിന്നെ എനിക്ക് വേണം. ഇനിയും കഷ്ടപ്പെടാൻ വിടില്ല ഞാൻ. അതുകൊണ്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ച നിന്റെ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ചു വരും ഞാനും അമ്മയും. ഇനി അഥവാ കെട്ടിച്ച് തന്നില്ലെങ്കിലും നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അത് പലപ്പോഴായി നിന്റെ കണ്ണുകളിൽ നിന്നും വായിച്ചെടുത്തതാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വിളിച്ചാൽ കൂടെ പോന്നേക്കണം. മറ്റൊന്നും ചിന്തിക്കണം. പൊന്നു പോലെ നോക്കും ഞാൻ നിന്നെ. അവളുടെ കണ്ണുനീർപ്പാട് വീണ കവിളിൽ തലോടിക്കൊണ്ട് ദിനേശൻ പറഞ്ഞു. ദിനേശ് ചേട്ടാ, വീട്ടിലെ അവസ്ഥ അറിഞ്ഞിട്ടും സഞ്ജു അവന്റെ പഠിപ്പ് കഴിഞ്ഞ് ഒരു ജോലി അത് കിട്ടും വരെ എനിക്ക് കുറച്ച് സമയം തരണം. സരിത അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, നിന്നെ ഇനിയും തെരുവിലേക്ക് വലിച്ചെറിയാൻ എനിക്ക് കഴിയില്ല. ഞാൻ വരും. ദിനേശൻ അവളുടെ മറുപടിക്ക് കാക്കാതെ വണ്ടി സ്റ്റാർട്ടാക്കി. മൗനം തളം കെട്ടി നിന്നു യാത്രയിലുടനീളം. വീടിന്റെ മുന്നിൽ അവളെ ഇറക്കി ദിനേശൻ. ആരോടൊന്നും പറയണ്ട, വീണ്ടും ഓർമ്മിപ്പിച്ചു ദിനേശൻ. അവൻ ഓട്ട തിരിച്ചു പോകുന്നത് നോക്കിയിരുന്ന സരിത ഉമ്മർത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന മണ്ണെണ്ണ വിളക്ക് കണ്ട് സരിത കറണ്ട് പോയെന്ന് തോന്നുന്നു. അത് മനസ്സിലോർത്തോണ്ട് കുറെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് നന്നായി സാരി മറിച്ച് പിടിച്ചുകൊണ്ട് സരിത ഉമ്മർത്തേക്ക് കയറി. നല്ല മഴ, നിന്നെ കാണാതെ പേടിച്ചു പോയി, അമ്മ വാതിൽക്ക് നിന്നുകൊണ്ട് പറഞ്ഞു. എപ്പോൾ തുടങ്ങിയ മഴയാണ്, പോരാത്തതിന് ബസ്സും ഇല്ലായിരുന്നു. ഒടുവിൽ ഓട്ട പിടിച്ചാണ് പോകുന്നത്. സരിത പറഞ്ഞതിന്റെ ഭാഗം മേശപ്പുറത്ത് വെച്ച് മാറാൻ ഡ്രസ്സും എടുത്തുകൊണ്ട് വേഗം അടുക്കള വശത്തെ ബാത്റൂമിലേക്ക് പോയി. കോരിച്ചൊരിയുന്ന മഴയിലും അവളുടെ ശരീരം മാത്രം തണുത്തില്ല. തണുത്ത വെള്ളം തലവഴി ഒഴിക്കുമ്പോഴും അവളുടെ ചൂട് കണ്ണീർ കവിളിണകളെ ചുംബിച്ചുകൊണ്ട് താഴോട്ടിറങ്ങി. ഈ സമൂഹത്തിൽ രാത്രിയിൽ സമാധാനത്തോടെ നടക്കാൻ പെൺകുട്ടികൾക്ക് കഴിയില്ലേ? പെൺകുട്ടിയായി പോയുന്നത് ഒരു കുറ്റമാണ്. ചാടി വീഴാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ചെന്നായികൾ. അവൾക്ക് അമർഷം തോന്നി. ഏറെ സമയമെടുത്ത് കുളിച്ചിറങ്ങി സരിത. ഒന്നിനും ഉത്സാഹം തോന്നിയില്ല അവൾക്ക്. തലവേദന എന്ന കള്ളം കൂട്ടുപിടിച്ച് കിടന്നു അവള്. വെളിച്ചം കണ്ട് പാറി വരുന്ന ഈ അമ്പാറ്റകളെ നോക്കിക്കൊണ്ട് പണ്ടച്ചമ്മ പറഞ്ഞു കൊടുത്ത കഥ ഓർമ്മ വന്നു അവൾക്ക്. പറക്കാൻ കൊതിക്കുന്ന മനസ്സോടെ അൽപൈസം നിറഞ്ഞിട്ടും വരവാങ്ങിയ മഴപ്പാറ്റുകൾ. കുറച്ചു മുൻപ് നടന്ന സംഭവങ്ങൾ വീണ്ടും ഓർമ്മയിൽ തെളിഞ്ഞപ്പോൾ സരിത കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചു. ഈ സമയം ദക്ഷ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ തിരിച്ചു പോയിരുന്നു ദേവൻ. ദക്ഷ വിഷമിച്ചിരിക്കുന്ന കണ്ട് അച്ഛൻ അവളെ അടുത്തേക്ക് വിളിച്ചു. മോളെ, നീ വിഷമിക്കണ്ട. ദേവൻ എടുത്ത നല്ല തീരുമാനം തന്നെയാണ്. ഇന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെ ഏതായാലും ദേവൻ ഹോസ്പിറ്റൽ തന്നെയാകും. എന്തായാലും മോൾക്ക് എക്സാം അല്ലേ, അത് കഴിയുന്നത് വരെ ഇവിടെ നിൽക്ക്. അല്ലെങ്കിൽ ജ്യോതിനോട് പറഞ്ഞ് ഹോസ്റ്റലാക്കാം. ആരുടെയും ചോദ്യം ഉത്തരം പറയണ്ടല്ലോ. എക്സാം ആയതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കുകയാണെന്ന് പറയുകയും ചെയ്യാം. അച്ഛൻ പറഞ്ഞപ്പോൾ അത് നല്ലതെന്ന് ദക്ഷയ്ക്ക് തോന്നി. ഈ സമയത്തൊന്നും മാറി നിൽക്കുന്നത് ആവശ്യമാണ്. എക്സാം സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതുമാണ് താൻ. ശരി അച്ഛാ, ഞാൻ ദേവേട്ടനോടൊന്ന് ചോദിക്കട്ടെ. ദക്ഷ അച്ഛമ്മയുടെ മുറിയിലേക്ക് നടന്നു. മകൾ പോന്ന് നോക്കി അച്ഛനും അമ്മയും നെടുവീർപ്പോടെ ഇരുന്നു. അച്ഛമ്മയുടെ കുട്ടി സങ്കടപ്പെടേണ്ട, എല്ലാം ഈശ്വരന്റെ തീരുമാനം. എന്തായാലും ദേവമോന് നിന്നെ ജീവന, എനിക്കത് മനസ്സിലായി കേട്ടോ. അച്ഛമ്മ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോയേ, പുതിയ കണ്ടുപിടുത്തം കൊണ്ടുവന്നിരിക്കുന്നു. അച്ഛമ്മ നാളെ എൻ്റെ കൂടെ ക്ഷേത്രത്തിൽ വരുമോ? എനിക്ക് മാത്രം എന്തേ എങ്ങനെയെന്ന് എൻ്റെ കള്ള കണ്ണോടൊന്ന് ചോദിക്കാൻ വേണ്ടിയാ. അവളുടെ കുഞ്ഞു മുഖത്ത് വിരിയുന്ന പരിഭവം നോക്കിയിരുന്നു അച്ഛമ്മ. എന്താ കുട്ടി അങ്ങനെ ചോദിക്കുന്നത്? അച്ഛമ്മ വരാട്ടോ. പിന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് ഭഗവാൻ ഏറെ പരീക്ഷിക്കുക. അതുകൊണ്ട് എൻ്റെ കുട്ടി വിഷമിക്കണ്ട. ഉവ്വ് ഇതിലും വേദം കണ്ണൻ ഇഷ്ടപ്പെടാതിരിക്കുന്നതാണ്. ദക്ഷ പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി നടന്നു. അടുക്കളയിൽ ഏറെ ചപ്പാത്തി ചൂടുന്നുണ്ട്. അതിനടുത്ത് സ്ലാബിൽ കയറിയിരുന്നു ദക്ഷ. രജു, നിനക്ക് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ കഴിയുന്നു? എന്തായാലും ആ വീട്ടിലെ ആർക്കും 18-ാം നൂറ്റാണ്ടിലെ ബസ് കിട്ടിയിട്ടില്ല മോളെ. പാവം ദേവൻ സമ്മതിക്കണം കേട്ടോ. ഏർത്തി പറഞ്ഞു കേട്ടപ്പോൾ അവളുടെ ഉള്ളം പിടഞ്ഞു. ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരു വിധി ഉണ്ടായി കാണില്ല. കല്യാണത്തിൻ്റെ അന്ന് സാരില്ല, എല്ലാം ശരിയാകും. എന്തായാലും എക്സാം കഴിയട്ടെ എന്ന് കരുതി കാണും ദേവനും. ദൈവം ചെയ്തു തന്നെയാണ് ശരി. അവിടെയുള്ളവർക്ക് വേദനിപ്പിക്കാൻ നിന്നെ വിട്ടുകൊടുത്തില്ലല്ലോ, അത് തന്നെ സമാധാനം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കിക്കൊണ്ട് തമാശയെ ചിരിച്ചുകൊണ്ട് ചോദിച്ചോള്. അല്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നോ? അർത്ഥം വെച്ച് ചോദിച്ചോള്. ചുമ്മാ ഒന്ന് പോയർത്തി, ശരിക്ക് ഒന്ന് കണ്ടത് കൂടിയില്ല. എന്നിട്ടാണ് ദക്ഷിണ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതൊരു തരത്തിൽ നന്നായി. പഠിക്കാനിരിക്കുമ്പോൾ വേഗത്തെ ചിന്ത വരില്ലല്ലോ. ഏട്ടത്തെ ചിരിക്കുന്ന കണ്ട് ശരിക്കും ദേഷ്യം വന്നു അവൾക്ക്. ഇന്ന് ഏട്ടൻ വരട്ടെ കേട്ടോ, ശരിയാക്കി തരാൻ ഞാൻ.
സംശയം ശരിക്ക് തീർത്തു തരാൻ പറയാൻ ഞാൻ. എൻ്റെ പൊന്നു മോളെ ചതിക്കലേ. നിന്റെ ഏട്ടൻ എൻ്റെ പല്ലടിച്ച് താഴിടും, അല്ലെങ്കിൽ തന്നെ കലിപ്പുറമുള്ളാണിപ്പോൾ. ഏട്ടത്തി പറഞ്ഞു കേട്ടപ്പോൾ ചിരി വന്നു അവൾക്ക്. ഈ പ്രാവശ്യം ക്ഷമിച്ചു. ഇനി ഇതുപോലെ ചോദ്യം ചോദിച്ചു വന്നാ കേട്ടോടി ഏട്ടത്തി. ദക്ഷ റൂമിലേക്ക് പോയി. രാത്രി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ പോയി. ചിത്ര മോളെ ഉറക്കി കിടത്തി ജീവനെ വിളിച്ചു. ജീവ, എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു. ചിത്ര കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. തൻ്റെ റൂമിലായിരുന്നു ജീവൻ. എനിക്കും. പക്ഷെ ഞാൻ ഇവിടെ വേണമെങ്കിലും വരാൻ തയ്യാറാണ്. നീയല്ലേ ഒന്നിനും സമ്മതിക്കാത്തത്. ഇപ്പോഴും പഴയ കാര്യങ്ങളോർത്ത് വിറക്കി കിടക്കുകയാണ് ഞാൻ. ജീവൻ പറഞ്ഞു കേട്ട് ചിത്ര പിണക്കം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടാണ് 2 ദിവസം വിളിക്കാതെ ഇരുന്നത്. ചിത്ര പറയുന്നത് കേട്ടപ്പോൾ അത് തന്നെ അവസരമെന്ന് കരുതിയ ജീവൻ. അത് പിന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എനിക്ക്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, പിന്നെ ജോലിയില്ലാത്തതിൻ്റെ വിഷമം. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. വാക്കുകളിൽ പരമാവധി നിരാശ നിറച്ചുകൊണ്ട് പറഞ്ഞു ജീവൻ. ഇങ്ങനെ തളർന്നു പോകരുത് ജീവൻ, ഞാനുണ്ട്, എനിക്ക് മനസ്സിലാകും ജീവനെ. ചിത്ര അനുകമ്പയോടെ പറഞ്ഞു. നിനക്കറിയോ, പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ല എൻ്റെ കയ്യിൽ. വെൽ എഡ്യൂക്കേറ്റഡായ ഒരു ചെറുപ്പക്കാരൻ്റെ രോദനം ആര് കേൾക്കാൻ. ജീവൻ പരമാവധി അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. ജീവൻ്റെ പ്രോബ്ലം എന്താ ഇപ്പോൾ? പൈസയാണോ? അത്യാവശ്യമാണെങ്കിൽ ഞാൻ സഹായിക്കാം. ജീവൻ ഇങ്ങനെ നിരാശപ്പെടാതെ ജീവൻ ഇങ്ങോട്ട് വാ, ഞാൻ എൻ്റെ ഒരു വള തരാം. അത് വിൽക്കോ പണയം വിൽക്കോ ചെയ്തോളൂ. ചിത്ര തൻ്റെ ട്രാക്കിൽ വീണെന്ന് മനസ്സിലായി ജീവന്. അയ്യോ അതൊന്നും വേണ്ട, ഞാനും എൻ്റെ ദുഃഖങ്ങളുമായി അങ്ങ് പോകാം, നീ വെറുതെ. ജീവൻ സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരും എൻ്റെ ജീവന് അല്ലേ? എൻ്റെ സഹായം സ്വീകരിക്കാൻ ജീവൻ തയ്യാറല്ല. ചിത്ര പരിഭവിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ല ചിത്തു, എൻ്റെ അഭിമാനം അതിന് സമ്മതിക്കില്ലാതാ. ജീവൻ വിളിച്ച കേട്ട് കുളിരി കോരി അവളുടെ മനസ്സിൽ. ആരും തന്നെ ഇന്നവരെ വിളിക്കാത്ത പേരാണ് ജീവൻ വിളിച്ചത്. ജീവൻ, ഒന്നുകൂടെ വിളിക്കാമോ? ചിത്ര ചോദിച്ചു കേട്ട് ചിരിച്ചു ജീവൻ. ചിത്തു. അവൻ്റെ വിളി അത്രമേൽ പ്രണയാർദ്രമായി അവളുടെ കാതിൽ ഒഴുകിയെത്തി. ജീവ, ഞാൻ കാത്തിരിക്കും. ബാൽക്കണിയുടെ വാതിലടയ്ക്കാതെ വരണം, വന്നേ പറ്റൂ. അവളുടെ സംസാരത്തിലെ പരവേശം മനസ്സിലായി അവന്. ഞാൻ വരും, ഉറപ്പ്. ഇരുട്ടിനെ കനം വെച്ച് തുടങ്ങി. ചിത്ര ബാത്റൂമിൽ പോയി ഫ്രഷായി ഷെൽഫിൽ നിന്നും നൈറ്റ് ഡ്രസ് എടുത്ത് ധരിച്ചു. മുന്തിയ പെർഫ്യൂം ദേഹത്ത് സ്പ്രേ ചെയ്ത് കാമുകനെ കാത്തിരിക്കുന്ന മധുര 17-കാരിയായി ചിത്ര. ജ്വല്ലറി ബോക്സിൽ നിന്നും കനം കൂടിയ ഒരു വളയെടുത്ത് അവൾ കയ്യിലണിഞ്ഞു. ഏറെ പ്രതീക്ഷയോടെ അവനെ കാത്തിരുന്നു. ബാൽക്കണിയിൽ അവൻ്റെ കാൽ പെരുമാറ്റം കേട്ട് കാതു കുറിപ്പിച്ചു ചിത്ര. താൻ ചെയ്യാൻ പോകുന്ന പാവം എന്തെന്നൊന്ന് ചിന്തിക്കപ്പോലും ചെയ്യാതെ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ചിത്ര ബാൽക്കണിയിലേക്ക് കടക്കുന്ന വാതിലടച്ച ഒച്ച കേൾക്കാതെ തുറന്നു. ചിത്തു. അവൻ്റെ പതിഞ്ഞ വിളി കാതിൽ കിടന്നും അവൻ്റെ കൈക്കുള്ളിലായി കഴിഞ്ഞിരുന്നു അവള്. അവൻ്റെ ചുണ്ടുകൾ അവളിൽ അലഞ്ഞു. അവളെയും കൊണ്ട് ബാൽക്കണിയുടെ അറ്റത്തേക്ക് നടന്ന ജീവൻ. അവളുടെ ദേഹം വിറച്ചു. കാമം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി. അവളെ നിലത്ത് കിടത്തി അവളുടെ ശരീരത്തിലേക്ക് അമരുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല തൻ്റെ കഴുത്തിൽ മുറുകുന്ന കയറാണ് ജീവനെന്ന്. കേവലം ക്ഷണിക നേരത്തെ സുഖത്തിന് വേണ്ടി ഇല്ലാതാവുന്നത് തൻ്റെ ജീവിതമാണെന്നറിയാതെ അവൾ അവൻ്റെ കരലാളനങ്ങൾ ഏറ്റുകിടന്നു. വിയർപ്പിൽ കുളിച്ച് അവളോട് പറ്റിക്കിടക്കുമ്പോൾ ജീവൻ ക്രൂരമായി ചിരിച്ചത് കണ്ണുകൾ അടച്ചു കിടക്കുന്ന ചിത്ര കണ്ടില്ല. ശരി പോട്ടെ, ഇനിയും എന്നെ ഇവിടെ പ്രതീക്ഷിക്കാം, പൊയ്ക്കോ, മഞ്ഞു കൊള്ളണ്ട. അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. ജീവൻ, ഇതാ ഇത് വെച്ചോളൂ. എത്ര കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. തൽക്കാലം ജീവൻ്റെ ആവശ്യങ്ങൾ നടക്കട്ടെ. ചിത്ര കയ്യിൽ കിടന്ന വള ഊരി അവനെ ഏൽപ്പിച്ചു. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് വാങ്ങാതെ എനിക്ക് നിർവാഹമില്ല പറഞ്ഞുകൊണ്ട് ജീവൻ അത് വാങ്ങി പോക്കറ്റിലിട്ടുകൊണ്ട് താഴേക്ക് വാനരനെ പോലെ ഇറങ്ങിപ്പോകുന്നത് ചിരിയോടെ നോക്കിയെന്ന് ചിത്ര. കുറ്റബോധത്തിൻ്റെ കണിക പോലും മനസ്സിലില്ലാതെ അവൾ അകത്തേക്ക് കയറി. ബെഡിൽ തളർന്ന് കിടക്കുമ്പോൾ ജീവൻ കൊടുത്തിട്ടു പോയ ഓർമ്മകളായിരുന്നു അവളുടെ മനസ്സിൽ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് സെറ്റും കൊണ്ടൊടുത്ത് ഒരുങ്ങി ദക്ഷ ക്ഷേത്രത്തിലേക്ക് അച്ഛമ്മയുടെ കൂടെ ഭഗവാന് മുന്നിൽ തൊഴിൽ നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ദ്രേട്ടൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വീട്ടിലെത്തണമെന്നും തൻ്റെ കഴുത്തിൽ താഴെ ചാർത്തിയ ദേവേട്ടനും ആയുസ് ആരോഗ്യവും കൊടുക്കണമേ എന്നും തനിക്ക് ചുറ്റുമുള്ളവരെ പരീക്ഷിക്കത്തെ ഭഗവാനെ എന്നും ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു അവൾ. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ മനസ്സ് ശാന്തമായിരുന്നു അവളെ. വീട്ടിലെത്തി ചായ കുടിക്കാനിരിക്കുമ്പോൾ രുദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യം സംസാരിച്ചു. ദേവന് എതിർപ്പില്ലെങ്കിൽ അത് ചെയ്യാം, മോൾക്ക് അതൊരു റിലീഫ് ആവുകയും ചെയ്യും. രുദ്രൻ പറഞ്ഞപ്പോൾ അവനെ നോക്കി ദക്ഷ. ഞാൻ രാത്രി വിളിച്ചപ്പോൾ ദേവേട്ടനോട് സംസാരിച്ചു കേട്ടാ. ദേവേട്ടന് സമ്മതമാണ്. നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം ഇന്ദ്രേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് തീരുമാനിക്കാമെന്ന് ദക്ഷ പറഞ്ഞപ്പോൾ ആശ്വാസമായി എല്ലാവർക്കും.
ദേവനെ കണ്ട് ഞാൻ സംസാരിക്കാം. ദേവനും കൂടി വരട്ടെ, ഇവളെ കൊണ്ടുവിടാൻ. നാളെ കാലത്ത് പോകാം. നാളത്തെ എക്സാം കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്നോ രുദ്രൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ് കൈ കഴുകി. രുദ്രൻ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഇന്ദ്രനെ കണ്ടു. വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും അല്ലേ? രുദ്രൻ ചോദിച്ചു. വരുമേട്ടാ. എന്നിട്ട് പോയിന്ന് ഫ്രഷായി വേണം ദക്ഷയെ കോളേജിൽ കൊണ്ടുവിടുന്ന കാര്യം സംസാരിച്ചു രുദ്രൻ. ഇന്ദ്രൻ അവർ പറയുന്നത് ഞെട്ടലോടെ കേട്ടിരുന്നു. ഇന്ദ്രന്റെ മുഖഭാവം മാറിയത് കണ്ട് ദേവൻ ഒന്നുമില്ലെന്ന് കണ്ണു കാണിച്ചു. രുദ്രൻ കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത്, ഓഫീസിൽ പോകണം പറഞ്ഞുകൊണ്ട് രുദ്രൻ പോകാൻ എഴുന്നേറ്റു. അപ്പം നാളെ കാലത്ത് 7 മണിക്ക് ഇറങ്ങാം. ദേവനെ നോക്കി പറഞ്ഞിട്ട് രുദ്രൻ പുറത്തേക്ക് പോയി. ദേവൻ വാതിലടിച്ച് ലോക്ക് ചെയ്ത് ഇന്ദ്രന്റെ അടുത്ത് വന്നിരുന്നു. അവന്റെ കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഏട്ടാ, വീട്ടിലാകെ പ്രശ്നമാണ്. ദച്ചു കാരണമാണ് ഏട്ടന് അപകടം പറ്റിയെന്നാണ് അച്ഛമ്മയടക്കം പറയുന്നത്. പിന്നെ അമ്മായിയുടെ നാവ് ഏട്ടൻ അറിയാവുന്നതല്ലേ. അമ്മായി ആണെങ്കിൽ പോകുന്നുമില്ല, ഏട്ടനെ ഡിസ്ചാർജ് ചെയ്തിട്ടേ പോകുമെന്ന് പറഞ്ഞ നിലപ്പാണ്. എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുമ്പോൾ മാനസികമായി ആകെ തകർന്നു പോയി ദച്ചു. തന്നെയുമല്ല, അവൾക്ക് എക്സാമാണ്. നാളെ തൊട്ട് 2 ആഴ്ച നീളം എക്സാം കഴിയാൻ. അത് കഴിഞ്ഞിട്ട് 1 മാസമുണ്ട് മെയിൻ എക്സാമിന്. ഞാൻ ഹോസ്പിറ്റലിലല്ല ഇന്ന് നിൽക്കുന്നത്. വീട്ടിൽ അവൾക്കൊരു സമാധാനം ഉണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. അച്ഛനെ ഒരു വിധത്തിലാണ് സമ്മതിപ്പിച്ചത്. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛനും എതിർപ്പ് പറഞ്ഞില്ല. എന്തായാലും ഏട്ടനെ ഈ ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ എൻ്റെ മനസ്സും ശരിയല്ലേട്ടാ. അതുകൊണ്ട് എല്ലാം ഒന്ന് ശാന്തമാകുന്നത് വരെ ദച്ച് ഹോസ്റ്റലിൽ നിൽക്കട്ടെ എന്നാണ് തീരുമാനം. അവൾക്ക് പഠിക്കാനും കോൺസെൻട്രേഷൻ കിട്ടാനും അവിടെ ആകുമ്പോൾ. ദേവൻ പറഞ്ഞ ശ്രദ്ധയോടെ കേട്ടിരുന്നു ഇന്ദ്രൻ. മോൻ പറയുന്നതൊക്കെ ശരിയാണ്. എന്നാലും എനിക്ക് വേണ്ടി നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇന്ദ്രന്റെ വാക്കുകൾ എഴുതിപ്പോകുന്നത് അറിഞ്ഞു ദേവൻ. എല്ലാത്തിനും അവൾ ഒരുത്തിയാണ് കാണാം. അവളെ നമ്മുടെ വീട്ടിൽ നിന്ന് അഴിച്ചു പുറത്താക്കണം എത്രയും പെട്ടെന്ന്. എനിക്ക് എന്നാലേ സമാധാനം കിട്ടും. എൻ്റെ പൊന്നുമുള്ള കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. ഇന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. ഏട്ടനിപ്പോൾ ഒന്നും ഓർത്ത മനസ്സ് വിഷമിപ്പിക്കേണ്ട. നമുക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാം. ആദ്യം ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം. ഏട്ടൻ്റെ ആരോഗ്യം ആദ്യം ശരിയാകട്ടെ, എന്നിട്ട് മതി ബാക്കിയെല്ലാം. ദേവൻ മനസ്സിൽ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നലെ വന്നപ്പോൾ അവളെ അഭിനയം എന്തായിരുന്നു? എൻ്റെ കൂടെ കിടന്ന മറ്റൊരുവനെ എങ്ങനെ സാധിക്കുന്നു അവൾക്ക്? ഞാനെൻ്റെ പ്രാണനെ സ്നേഹിച്ചതാണ് അവളെയും മോളെയും. എന്നിട്ടും തിരിച്ചെന്നത് കണ്ടില്ലേ? അവളെ കാണുമ്പോൾ ഇന്ദ്രൻ പറയാൻ വന്നത് തടഞ്ഞു ദേവൻ. ഏട്ടാ, പതിയെ. അറിയാതെ ഉയർന്നു പോയി ഇന്നലെ ശബ്ദം കേട്ട് പറഞ്ഞു ദേവൻ. ഡോക്ടർ ഇന്ദ്രനെ നോക്കാൻ വന്നു. ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ ചോദിച്ചു. ഇല്ല ഡോക്ടർ, ദേവൻ മറുപടി പറഞ്ഞു. ഇന്നു മുതൽ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1 ആഴ്ച നോക്കാം. എന്നിട്ട് മാറ്റം ഒന്നുമില്ലെങ്കിൽ വീട്ടിലേക്ക് പോകാം. പിന്നെ എന്തെങ്കിലും ഷോപ്പ് സ്പാർക്കിംഗ് കിട്ടിയാൽ ബോഡി അതിനോട് പ്രതികരിച്ച് ചലനശേഷി വീണ്ടും കിട്ടുവാൻ സാധ്യതയുണ്ട്. അങ്ങനൊരു മിറാക്കൾ സംഭവിച്ചാൽ രക്ഷപ്പെട്ടു. ഡോക്ടർ പ്രതീക്ഷയോടെയാണ് പറഞ്ഞതെങ്കിൽ ഇന്ദ്രന്റെ മുഖത്ത് പ്രതീക്ഷിക്കുന്നു കണ്ടില്ല ദേവൻ. എനിക്ക് മനസ്സിലായി ഡോക്ടർ, എൻ്റെ ഏട്ടനടക്കം പണ്ടത്തേക്കാൾ നന്നായി. ദേവന്റെ വാക്കുകൾ കടുത്തു പോയിരുന്നു. ഇന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടു ദേവൻ. അതെ, മനസ്സിനാണ് ധൈര്യം കൂടുതൽ വേണ്ടത്. മനസ്സ് തോറ്റു കൊടുക്കാതിരുന്നാൽ മാത്രം മതി. മനസ്സ് പറയുന്നത് ശരീരം കേൾക്കും. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസം വേണം. ഡോക്ടർ പറഞ്ഞിട്ട് ഇന്ദ്രന്റെ തോളിൽ തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി. വീട്ടിൽ നിന്നും അച്ഛനും ചെറിയച്ഛനും ചിഹ്നവും ചെറിയമ്മയും വന്നു. ഇന്ദ്രൻ എല്ലാരെയും നോക്കി ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ കിടന്നു. ചിന്നുവിന് ഇന്ദ്രന്റെ കിടപ്പ് കണ്ട് സഹിച്ചില്ല. അവൾ ഇന്ദ്രന്റെ അടുത്തിരുന്ന് കരയാൻ തുടങ്ങി. മോളെ, കരഞ്ഞ ഇന്ദ്രേട്ടനെ കൂടി വിഷമിപ്പിക്കാനാണ് നീ വന്നത്. നമ്മളോട് തിരിച്ചൊന്നും പറയാൻ കഴിയില്ല ഇന്ദ്രേട്ടൻ എന്നേ ഉള്ളൂ. എല്ലാം മോള് വിഷമിക്കാതെ. പെട്ടെന്ന് തന്നെ ഇന്ദ്രേട്ടൻ നടക്കം പഴയതുപോലെ. അമ്മയുടെ ആശ്വാസ വാക്കുകളൊന്നും ചിന്നുവിന്റെ കാതിൽ പതിഞ്ഞില്ല. എന്നാലും എൻ്റെ ഇന്ദ്രേട്ടനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ ഭഗവാനെ, അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തു ഞങ്ങൾ? ചിന്നു പദം പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇന്ദ്രന്റെ മെഴികൾ നിറയുന്നത് കണ്ടു എല്ലാവരും. മോളെ, വല്യച്ഛൻ പറയുന്നത് കേൾക്ക്. നിന്റെ ഏട്ടനൊന്നും സംഭവിക്കില്ല. ഏട്ടൻ പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. കുറച്ച് സമയം നമുക്ക് കാത്തിരിക്കാം മോളെ. വല്യച്ഛൻ സമാധാനിപ്പിക്കാൻ വന്നവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇന്ദ്രൻ അച്ഛനെ നോക്കി. പ്രായമായെങ്കിലും അച്ഛന്റെ മുഖത്ത് വല്ലാത്തൊരു ആത്മധൈര്യം കണ്ടു ഇന്ദ്രൻ. മോനെ ദേവ, നീ എന്നാ പോയി കുളിച്ച് ഡ്രസ്സ് മാറിവാ. നീ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഓഫീസിൽ പോകാൻ. കാര്യം സ്റ്റാഫുകൾ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണെത്തേൻ്റെ അടുത്ത് എത്തണം മോനെ. പാപ്പൻ പറഞ്ഞപ്പോൾ അത് ശരിയെന്ന് ദേവനും തോന്നി. ശരി, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ദേവൻ പറഞ്ഞിട്ട് ഇന്ദ്രനെ നോക്കി പോയിട്ട് വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി.